ഇന്നത്തെ വീഡിയോയിൽ ഉണക്കലരിയും ചെറുപയർ പരിപ്പും കൊണ്ടൊരു കിടിലൻ പായസമാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 1.5 കപ്പ് ഉണക്കലരിയും 1/2 കപ്പ് ചെറുപയർ പരിപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി വൃത്തിയാക്കി ഒരു 10 മിനിറ്റ് നേരം കുതിരാനിടണം. പിന്നീട് വേണ്ടത് അരമുറി തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തത് 1 കപ്പ്, 1 കിലോ ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് 2 കപ്പ് എന്നിവയാണ്. അതിനുശേഷം ഇതുപോലെ കുറച്ച് ഉണക്കമുന്തിരിയും കപ്പലിൻ്റെയും തേങ്ങാക്കൊത്ത് നെയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കുക. അരി കുതിർന്ന ശേഷം ഇതുപോലെ കുക്കറിലേക്കിട്ട് കുറച്ചേറെ വെള്ളം ഒഴിച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിക്കാൻ വെക്കണം. ഇത് വെന്ത് വരുമ്പോൾ കുറച്ചേറെ ക്വാണ്ടിറ്റി ഉണ്ടാകും, അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ ഇത് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും കൂടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലിൻ്റെയും ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കപ്പലണ്ടിയും മുന്തിരിയും ഫ്രൈ ചെയ്യാനെടുത്ത് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞ് ഒന്ന് ചൂടായാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഉണക്കലരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.